ഹലോ ഫ്രണ്ട്സ്, ആമി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ 30 കോഴി വളർത്തി മാസം നമുക്ക് ഒരു 25,000 രൂപ എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നാടൻ കോഴി വളർത്തി നമുക്ക് നല്ല വരുമാനം നേടാം എന്നുള്ളത്. അതിൽ ബേസിക് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി കാണുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ കൂടി കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നത്. നമുക്കൊരു 30 കോഴി വളർത്തിയാൽ മാസം നമുക്ക് 25,000 രൂപ സുഖമായിട്ട് നേടാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു 30 കോഴി 40 കോഴിക്ക് വളർത്തണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഷെഡാണ്. ഒരു 500-600 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷെഡ് വേണം. ആ ഷെഡിൽ കോഴികളെ നമ്മൾ ഫ്രീ ആയിട്ട് വളർത്തണം. അതായത് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ വളർത്തണം. ഫാമിൻ്റെ അടി എപ്പോഴും മണ്ണായിരിക്കണം, നല്ല പൊടിമണ്ണായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കാട്ടത്തിൻ്റെ സ്മെല്ലോ വേറെ വൃത്തികേടൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എൻ്റെ ഫാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലത്തെ പൊടി മണ്ണിൽ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ കോഴികൾ ഉഷാറായിട്ട് വളരും. നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് വളർന്നത് കൊണ്ട് തന്നെ അവർക്ക് വേറെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കുറവാണ്. ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ കോഴി വളർത്തുന്നുണ്ട്, പക്ഷേ എനിക്ക് വേറെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാറില്ല. ഞാൻ കോഴി കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ ചെയ്യാറുണ്ട്, വേറെ കാര്യമായിട്ട് മെഡിസിനുകളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കോഴിക്കൂട് വൃത്തിയായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മണ്ണിൽ തന്നെ എപ്പോഴും വളർത്താൻ നോക്കുക. അല്ലാതെ അടിയിൽ കോൺക്രീറ്റോ അല്ലാതെ മണ്ണ് തച്ചമർത്തിയിട്ട് നമ്മൾ ടമ്പറാക്കിയൊന്നും വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. അവർക്കതിൽ മാന്തി ചനഞ്ഞ് കുളിച്ച് നല്ല അവരുടെ ഇഷ്ടത്തോടു കൂടി വളരാൻ കഴിയണം. പിന്നെ അതിൻ്റെ മേലെ അവർക്ക് അതിൽ പറന്ന് നടക്കാനുള്ള സൗകര്യവും മേലെ ഒരു കോഴിക്കൂടിൽ കയറിയിരിക്കുന്നതിലേറെ എപ്പോഴും ഒരു ഉയരത്ത് കയറി നിൽക്കുന്ന ഒരു ടെൻഡൻസിയാണ് നാടൻ കോഴികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു കൂട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ കൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്പെൻസ് കുറഞ്ഞിട്ട് സേഫായ രീതിയിൽ എപ്പോഴും കൂടുണ്ടാക്കാൻ നോക്കുക. കാരണം നമ്മൾ വലിയ എക്സ്പെൻസിൽ ഫുള്ള് അലൂമിനിയം ഷീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതേപോലെ സൈഡൊക്കെ നല്ല ഭയങ്കര എക്സ്പെൻസീവ് മെഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എക്സ്പെൻസ് വരും, നമ്മൾ പ്രതീക്ഷിക്കാത്ത എക്സ്പെൻസ് വരും. അങ്ങനെ ആകുമ്പോൾ നമുക്കതിന് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അതിൽ നിന്നൊരു വരുമാനം അല്ലെങ്കിൽ ഒരു ലാഭം നേടാനൊക്കെ നമുക്ക് ടൈം കുറേ എടുക്കും. ഇത് നമ്മൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ സേഫായിട്ട് ഇരിക്കും വേണം ഷെഡ്. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഷെഡിൻ്റെ കൈക്കോല് അതുപോലെ സംഭവങ്ങളൊക്കെ പട്ടിക കാര്യങ്ങളൊക്കെ നമ്മൾ കഴുങ്ങ് ഉപയോഗിച്ചൊക്കെ ചെയ്യുക. പിന്നെ മേലെ ഷീറ്റിന് പകരം നമ്മളെ ടാർപ്പായ ഷീറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കിട്ട് കെട്ടാൻ നോക്കുക. അല്ലാതെ അലൂമിനിയം ഷീറ്റും തകര ഷീറ്റൊക്കെ വാങ്ങിച്ച് കെട്ടുമ്പോൾ നമുക്ക് എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലേറെ കൂടും. അപ്പോൾ എക്സ്പെൻസ് കുറച്ചിട്ട് നല്ല രീതിയിലുള്ളൊരു ഷെഡാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ കൂട്ടിൽ കോഴികൾക്ക് മുട്ടയിടാനുള്ള സൗകര്യത്തിന് 1-2 മരക്കൂട് വെച്ച് കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങളെ വളർത്താനുള്ള നെറ്റ് കൂട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ സെപ്പറേറ്റാക്കി ഇടാനും അട വെക്കുന്ന കോഴികളെ സെപ്പറേറ്റാക്കി വെക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ കോഴി വളർത്തലിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് കോഴി വളർത്തി നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് അതിനുള്ള സെറ്റപ്പൊന്നും ചെയ്യാതെ അതിനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും, ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു ഷെഡാണ്. അതിൽ നെറ്റ് കൂട് സംഘടിപ്പിക്കണം. നെറ്റ് കൂടാകുമ്പോൾ അതിലേക്ക് നല്ല എയർ പാസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നെറ്റ് കൂടിൻ്റെ അടിഭാഗത്ത് നമുക്ക് റേഷാപ്പിൽ നിന്ന് കിട്ടുന്ന നൂൽച്ചാക്ക് വിരിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററാണ്. 1 വീക്ക് അതിനുശേഷം അതും ഒഴിവാക്കാം. ആ സമയത്ത് അങ്ങനെ ആകുമ്പോൾ കൂടിൻ്റെ ഉള്ളിൽ വൃത്തിയായിട്ടിരിക്കും, ഡ്രൈ ആയിട്ടിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉഷാറായിട്ട് വളരും. പിന്നെ വാക്സിൻ കറക്റ്റ് ടൈമിൽ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അത് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അത് വിപണനം ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല വരുമാനം ഇതിലൂടെ നേടാൻ കഴിയുന്നത്. നമ്മൾ വൺസ് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ ആൾക്കാർ ചോദിക്കണം, ഇനി കോഴിക്കുഞ്ഞുങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് കണ്ടിട്ട് അവരെ റെഫറൻസിൽ നിന്ന് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടാൻ നോക്കണം, സെയിൽസ് നടക്കാൻ നോക്കണം. സെയിൽസാണ് ഇതിൽ മെയിൻ ഒരു പ്രശ്നം. അപ്പോൾ സെയിൽസ് നന്നായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ നല്ല ക്വാളിറ്റിയിലെ കുഞ്ഞുങ്ങളെ നല്ല ബ്രീഡിനെ ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് സെയിൽസിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാം, യൂട്യൂബ് ഉപയോഗിക്കാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാം. അതേപോലെ വാട്സപ്പിൽ നിന്ന് നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പിലൊക്കെ നമ്മൾ അംഗമായി കഴിഞ്ഞാൽ
നമുക്ക് എത്ര കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാലും നമുക്കൊന്ന് കേരളത്തിൽ വിറ്റ് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഇപ്പോൾ പെറ്റ് ഡെലിവറി വണ്ടികളും അവരുടെ സർവീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കതൊക്കെ യൂസ് ചെയ്തിട്ട് കേരളത്തിൽ എവിടെയും എത്തിക്കാം. ഇവന് കേരളത്തിൽ പുറത്തേക്ക് പോകുന്ന വണ്ടികളും ഉണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൻ്റെ പിന്നെ ഏത് ജില്ലയിലും നമുക്ക് എത്തിച്ചു കൊടുക്കാനൊന്നും ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഇതിനൊരു വരുമാനം ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ എന്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്കൊരു താല്പര്യമുള്ള മേഖലയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷി തന്നെയാണ് നാടൻ കോഴി. നമുക്കതിനോട് താല്പര്യം കൂടെ വേണം കേട്ടോ. അല്ലാതെ ഇതൊരു ബിസിനസ്സായി മാത്രം കണ്ടതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് പോലെയുള്ള ലാഭം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാനോ വരുമാനം ഉണ്ടാക്കാനോ ഒന്നും ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. നമുക്ക് ഇതിനോടൊരു താല്പര്യവും ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി തിരിച്ച് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അതായത് നമ്മളെ ജോലിയൊന്നും രാജിവെക്കാതെ തന്നെ നമ്മളിപ്പോൾ എന്ത് ജോലിയാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലിയുടെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് രാവിലെ കുറച്ച് സമയം, വൈകുന്നേരം കുറച്ച് സമയം മാത്രം നമ്മൾ ചിലവഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ തമ്പനയിൽ കണ്ടതുപോലെയുള്ള പിന്നെ എങ്ങനെ ഈ ഒരു കണക്കിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു 30 കോഴിനെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഏകദേശം നമുക്ക് പിന്നെ ഡെയിലി ഒരു 10-15 മുട്ട കിട്ടും. എന്തായാലും ഏറ്റവും കുറഞ്ഞ രീതിയിൽ എടുക്കണമെങ്കിൽ 10 മുട്ട കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു മാസം 300 മുട്ട കിട്ടും നമുക്ക്. ഈ 300 മുട്ട നമ്മൾ വിരിയിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇപ്പോൾ ഒരു 50 കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒരു മോർട്ടാലിറ്റി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ബാലൻസ് 250 കുഞ്ഞുങ്ങളെ നമുക്കൊരു മാസം സെയിൽ ചെയ്യാൻ കഴിയണം. 250 കുഞ്ഞുങ്ങളെ നമ്മൾ ഡേ ഹോൾഡ് തൊട്ടിട്ട് ഒരു 2 മാസം പ്രായമാകുമ്പോഴത്തേനും അതിനെ സെയിൽ ചെയ്ത് തീർക്കാൻ നോക്കണം. എപ്പോഴും മാക്സിമം ഒരു മാസം, അല്ലെങ്കിൽ പിന്നെ 2 മാസം. അതിൻ്റെ അപ്പുറം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവില്ല കേട്ടോ. ഒരു മാസത്തിനുള്ളിൽ തന്നെ സെയിൽ ചെയ്ത് തീർക്കാൻ നോക്കണം. അപ്പോൾ ഒരു മാസമായ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്കൊരു 200 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് വിൽക്കാൻ കഴിയും. നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ കേട്ടോ. നല്ല വെറൈറ്റി കളറും പുള്ളിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആവറേജ് ഒരു 200 രൂപ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു കുഞ്ഞിനെ വിൽക്കാൻ കഴിയും. ഈ 250 കുഞ്ഞിനെ നമുക്കൊരു 200 രൂപ വെച്ചിട്ട് നമുക്ക് വിൽക്കാൻ കഴിയും. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും കണക്ക് കൂട്ടണ്ട. നമ്മളിപ്പോൾ ഒരു 250 കുഞ്ഞുങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. അത് ചിലപ്പോൾ നമ്മൾ ഡേ ഹോൾഡ് വിൽക്കും, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ വിൽക്കും, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ വിൽക്കും. അങ്ങനെ പല റേറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ ഒരു ആവറേജ് ഒരു കോഴിക്കുഞ്ഞിന് 150 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 250 × 150 വെക്കുമ്പോൾ ഏകദേശം 37,500 ഉണ്ടാവും നമുക്ക് ആ എമൗണ്ട്. ഓക്കെ, 37,500 നമുക്ക് ഏകദേശം കയ്യിൽ കിട്ടും. 250 കുഞ്ഞുങ്ങളെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ് നല്ല രീതിയിൽ വളർത്തിയെടുത്ത് വിൽക്കുകയാണെങ്കിൽ ഏകദേശം 37,500 രൂപ നമുക്കൊരു മാസം നേടാൻ കഴിയും. അതിൽ നിന്ന് എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ തീറ്റ, അതുപോലെ തന്നെ മെഡിസിൻസ്, കാൽഷ്യം, പിന്നെ സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം. അതൊക്കെ കൊടുക്കുമ്പോഴാണ് കോഴിക്കുഞ്ഞുങ്ങൾ ഉഷാറായിട്ട് വരിക. അപ്പോൾ അതൊക്കെ കൊടുത്ത് ബാലൻസ് നമുക്ക് അതിന് ഒരു പിന്നെ 37,500 നമുക്ക് പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ഇതിൻ്റെ എക്സ്പെൻസിനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഒരു ബാലൻസായിട്ട് ഒരു 25,000 രൂപ നമുക്ക് എന്തായാലും നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ആവറേജ് കണക്കാണ്. ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 37,500 രൂപ നമുക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ 12,500 രൂപയാണ് ഞാൻ എക്സ്പെൻസിന് കണക്കാക്കിയത്. അത്രയൊന്നും ചിലപ്പോൾ നമുക്ക് വന്നോളണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് 37,500 ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഓരോ സമയത്ത് റേറ്റ് കോഴിക്കുഞ്ഞുങ്ങളുടെ ഡിഫറൻ്റ് ആയിരിക്കും. അതൊക്കെ ഡിപ്പെൻസ് ഓൺ ഏരിയ, അതേപോലെ ഡിപ്പെൻസ് ഓൺ പിന്നെ എന്താ പറയുക സീസൺ. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റേറ്റും എക്സ്പെൻസും ഒക്കെ നമുക്ക് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു കണക്കാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരിക. അപ്പോൾ ഒരു 30 കോഴിക്കുഞ്ഞുങ്ങൾ വളർത്തി കഴിഞ്ഞാൽ എന്തായാലും 10 മുട്ട ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് എന്തായാലും കിട്ടും. അതിൽ കൂടുതലല്ലാതെ ഒരിക്കലും കുറയൂല. അപ്പോൾ എല്ലാം ഞാൻ കുറച്ചിട്ടുള്ള കണക്ക് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. മുട്ടയുടെ എണ്ണ ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ വിലയാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഡേ ഹോൾഡ് കുഞ്ഞുങ്ങൾ 100 രൂപയ്ക്ക് കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. 100 രൂപയ്ക്കും 120 രൂപയ്ക്കൊക്കെ പുള്ളി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹൈ ലെവലിലെ കാൽക്കുലേഷൻ വേണ്ട, ഒരു മീഡിയം ലെവലിലെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 20-25,000 രൂപയൊക്കെ നമുക്ക് സുന്ദരമായിട്ട് നാടൻ കോഴി വളർത്തി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പിന്നെ പാരൻറ്റ് സ്റ്റോക്ക് ഒരു 30 പിടക്കോഴി കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം സുഖസുന്ദരമായിട്ട് ഒരു 25,000 രൂപ ഉണ്ടാക്കാൻ ഒരു റിസ്ക്കുമില്ല. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് ആണ്, അത് നമ്മുടെ ഒരു കഴിവ് പോലെ ഇരിക്കും. മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫായിട്ട് പിന്നെ അതിനോരോ രീതി കണ്ടെത്തണം. എന്താണോ നിങ്ങൾക്ക് സൗകര്യം ആ രീതിയിൽ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്ത് കോഴിക്കുഞ്ഞുങ്ങളെ വിപണനം നടത്താം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജിലൂടെ ചോദിച്ചാൽ മതി. ഞാനതിൻ്റെ ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നോക്കുക. പിന്നെ നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ എത്തിച്ചു തരുന്നതാണ്. ഓൾ കേരള നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സമയത്തൊന്നും സ്റ്റോക്ക് ഉണ്ടായിക്കണമെന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. പിന്നെ ലൈക്ക് ചെയ്യുക. ഇത് താല്പര്യമുള്ള ആളുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.